ഓരോ കഥയും ഭയങ്കര വ്യത്യസ്തതയാണ്. ഒരിക്കലും ഒരു കഥയുടെ കോപ്പി ആവുന്നില്ല. അപ്പൊ ഇത്ര അധികം ഡിഫറൻസ് ഇതിനുള്ളിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന പാട് എനിക്ക് അറിയത്തുള്ളൂ. കുമാരദാസ് അപമാനിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരുമിച്ച് പഠിച്ചൊരു കണക്ഷനും കൂടി ഇല്ലേ? ഞാൻ കാണുമ്പോൾ മറ്റേ തീയൊക്കെ വെച്ചിട്ട് തുപ്പി ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന കുമാരദാസിനെ ഫയർ ഡാൻസ് കളിക്കുന്ന കുമാരനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ മിമിക്രി അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോ കൊള്ളാം. നാട്ടിലൊരു വലിയ കാസ്റ്റ് കുമാരദാസിന്റെ സംഭാവനയാണ്. കുമാരദാസ് പോലും അറിഞ്ഞില്ലായിരുന്നത്. അന്ന് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറാൻ നേരം വെറുതെ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുമാരദാസ് എമ്മയുടെ ഒരു പാട്ടിട്ടിരിക്കുന്നു. ഞാൻ നേരെ ഇത് അപ്പം തന്നെ വണ്ടിക്കാരന്ന് പാടി ഞാൻ അയച്ചു കൊടുത്തു. ഇവര് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പം മാട്ടിൻപ്രക്കാട്ട് പഴയ ഒരു മാതൃഭൂമി എടുത്തു വെച്ചിരിക്കുക. ഞാൻ അന്നേ ഇവരുടെ ഫോട്ടോ ഇവിടുന്ന് ഞാൻ ഇവര് ഓർമ്മയുണ്ട് കിട്ടാഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അന്നാ കുമാരദാസ് ആ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് എമയെ കിട്ടിയത്. കണക്ഷൻ വഴി ഇല്ല, ജീപ്പിന്റെ ഒബ്സർവേഷൻ അത് നമ്മൾ സിനിമാറ്റിക്കലി കാണുന്നതിൻ്റെയാണ്. കാരണം ഞങ്ങൾ ആക്ച്വലി സൗണ്ട് ഡിസൈൻ കഴിഞ്ഞിട്ട് മാത്രമാണ് മ്യൂസിക് തുടങ്ങുന്നത്. ഈ 2 പടങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇച്ചിരി ഡിലേ ഉണ്ടാവും. ദേശീയമൊക്കെ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഉദ്ദേശം അതാണ്. ഈ വണ്ടിക്കകത്ത് പ്രേക്ഷകർ ഇരുന്നാൽ നമ്മൾ വിജയിച്ചു. വണ്ടിയുടെ വെളിയിൽ ഇറങ്ങിപ്പോയാൽ അതിനുവേണ്ടിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള പണിയാണ്. ഈ കോടതി കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്. പോലീസിന്റെ ഇടി പേടിച്ചിട്ടാണ്. ശരിക്കും പോലീസുകാരുടെ ഉള്ളിലും പേടികൾ വരാറുണ്ടല്ലേ? പോലീസുകാരുടെ നമ്മള് കാണുമ്പോ ഭയങ്കര എക്സ്ട്രാ ധൈര്യം ഞാനായിട്ട് നിൽക്കണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വീഴാൻ പാടില്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇതൊരു സിനിമാ വിശേഷമാണ്. ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ ഇറങ്ങി പ്രേക്ഷകർ ഏറ്റെടുത്ത നിറസദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോന്ത് എന്ന ചിത്രത്തിന്റെ വിശേഷമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്വന്തം ഇതിന്റെ ഡയറക്ടർ, റൈറ്റർ ഷൈൽ സാർ. നമസ്കാരം. കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ രജിത് സാർ, അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ കുമാരദാസ്. നമസ്കാരം. കുറെ പറയാനുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഷാഹിദ് സാറിനോട് വലിയൊരു താങ്ക്സ് പറയാണ്. മലയാളികൾക്ക് ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ചതിന്, ഒരുപാട് കലാകാരികൾ ഇതുപോലെ അവരുടെ കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിന്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ ഇതുപോലെ കൊണ്ടുവന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ പോലീസ് സ്റ്റോറീസ് മാത്രമാണ് ഇനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പോലീസ് സ്റ്റോറീസ് തന്നെയാണോ ഇനി ചെയ്യുന്നത്? അങ്ങനല്ല. എനിക്ക് തോന്നുന്നു ജോസഫ് കഴിഞ്ഞിട്ട് 2ാമത് ആരോ എന്ന് പറഞ്ഞ പടമാണ് അനൗൺസ് ചെയ്തത്. അതിൽ പോലീസേ ഇല്ലായിരുന്നു. കുട്ടനാട് ബേസ് ചെയ്ത്. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് വൈസ് ഒക്കെ വലുതാണ്. അപ്പൊ അങ്ങനെ പടം നടക്കാതിരുന്നല്ല. ഞാൻ പോലീസ് സ്റ്റോറിക്കാരൊന്നും. ഇത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഒരു പാറ്റേണിൽ വരുമ്പോൾ ഓരോ കഥയും ഭയങ്കര വ്യത്യസ്തതയാണ്. ഒരിക്കലും ഒരു കഥയുടെ കോപ്പി ആവുന്നില്ല. അപ്പൊ ഇത്ര അധികം ഡിഫറൻസ് ഇതിനുള്ളിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന പാട് എനിക്ക് അറിയത്തുള്ളൂ. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓരോ പടവും ഇതെല്ലാം പോലീസ് സ്റ്റോറി ആകുമ്പോൾ നമ്മൾ വിചാരിക്കാം മറ്റേതായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഒരു കണക്ഷനും വരുന്നില്ല. ഇത്രത്തോളം അനുഭവമുള്ള ഒരു പോലീസുകാരനാണോ? ഈ സിനിമ മാത്രമാണ് എന്റെ അനുഭവം, ബാക്കിയെല്ലാം കഥയാണല്ലേ? എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാ പാവത്തിന്റെ അനുഭവമായിരിക്കും. എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു? നായട്ടിന്റെ ഷൂട്ട് നടക്കുന്ന സമയം കൊറോണ വരുന്നു, മൊത്തം ഷട്ട് ഡൗൺ ആവുന്നല്ലേ. ആ സമയത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യാനൊരു ആഗ്രഹത്തിലോട്ട് എത്തുന്നു. ആ സമയത്ത് ചിന്തിച്ച സിനിമയാണിത്. അപ്പൊ ആ സമയത്ത് 2 പ്രോജക്റ്റുകൾ. ഒന്ന് എലവിട പുഞ്ചിര ഉണ്ടായിരുന്നു. അതിന്റെ റൈറ്റേഴ്സ് 2 പേരുണ്ട്. ഞാൻ ഈ കഥയും എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ജോസഫി പരിചയപ്പെട്ട അനിലേട്ടനും മനീഷ് മാധവനാണ്. അപ്പോൾ അവരോട് ഈ കഥ പറഞ്ഞപ്പോൾ അവരിൽ ആദ്യമേ ചെയ്യാൻ പറഞ്ഞ കഥ ഇതാണ്. ഓക്കെ. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞില്ല അതിലൊരു ത്രില്ലില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എലവിട പുഞ്ചിര പോയതാണ്. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഈ പടം നമ്മൾ പിന്നീട് പോകുന്നതാണ്. ഇതിന് പല ഇന്റർവ്യൂസിലും സാറ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ജീവിതാനുഭവങ്ങളിലുള്ള കഥയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റോറിയിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് വരുത്താനുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഞാൻ കാണുമ്പോൾ പറയാം, ഞാൻ കെട്ട പോലീസുകാരുണ്ട്. ഇത് കുറെ സ്ഥലത്തേക്ക് കണ്ടിട്ടുണ്ട്. ഒരിക്കലും പോലീസുകാരെ കുറ്റം പറയുന്നതല്ലടാ. ചിലവരുണ്ട് നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നിപ്പോകും. പക്ഷെ അവർ നമ്മളോടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ ആറ്റിറ്റ്യൂഡായിരിക്കും. അവരോട് ഇതുപോലെയൊക്കെ എവിടേക്കോ നമ്മൾ കണ്ടിട്ടുണ്ട്. കറക്റ്റ് അതേപോലത്തെ ഒരാളെ മുമ്പിൽ. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ ഇതൊരു നിഷ്കളങ്കനാന്ന് എങ്ങനെയാണെന്നറിയാമോ, ഇതൊരു ഭാവമെന്ന് അറിയാമോ. ഏതായാലും സന്തോഷം. 20 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ ഒരുപാട് സ്റ്റോറീസ് പുറയിലുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഇത് എടുത്തപ്പോ എന്താ പറയാ, എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഫസ്റ്റ് റെഫറൻസ് ഷാഹി തന്നെയാണ്. ഷാഹിയാണ് എന്നോട് ആദ്യമായിട്ട് ഈ കഥാപാത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ലുക്ക് ലുക്കാണ്, താടിയുള്ള ലുക്കാണ് ഓർമ്മ ചെയ്യുന്നത്. അപ്പം
അപ്പൊ ഞാൻ ഓർത്ത് ഈ പടത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഓർത്ത് മിക്കവാറും ഈ പടത്തെ കളനായിരിക്കും, കാരണം പോലീസ് സ്റ്റോറി ആണല്ലോ, നെഗറ്റീവ് ഗുണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ താടിയൊക്കെ വെച്ചാൽ വന്നത്. അപ്പൊ വന്നപ്പോഴേ കുമാര താടി എടുത്തു, അങ്ങനെ താടി എടുത്ത് പോലീസുകാരനാക്കി. ആ സമയത്ത് ഷാഹിനോട് പറഞ്ഞു, കുമാര ഇതാണ് കഥാപാത്രം, അത് ഇങ്ങനത്തെ ഒരാളാണ്. അപ്പൊ തന്നെ അത് കിട്ടിയിട്ട് അത് മനസ്സിലായി. പിന്നെ എൻ്റെ വാക്കിംഗ് സ്റ്റൈൽ ഞാൻ അതറിയാലോ, ഒരു മടിയനായ തിന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അതങ്ങനെ ഞാൻ ചെയ്തോളൂ, അങ്ങനെ വേറെ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഷാഹി പറയും, പിന്നെ ഷെല്ലി ഉണ്ട് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അദ്ദേഹം പറയും, പിന്നെ ഡീറ്റെയിലിംഗ് നോക്കുന്ന നിതീഷ് ജി ഉണ്ട്, പിന്നെ നിതീഷ് ജി പോലീസുകാരൻ. അപ്പൊ അദ്ദേഹം എൻ്റെ മൂവ്മെന്റ് കാര്യങ്ങൾ ആക്ഷൻ എല്ലാം ഡീറ്റെയിൽ ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ ഷായിക്ക, കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങനൊരു ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് എവിടെയെങ്കിലും മനസ്സിലായായിരുന്നു? ഒന്നുമില്ല, കുമാരദാസ് സ്കൂൾ ഓഫ് ഡ്രാമ, NSD, ഭോപ്പാൽ സ്കൂൾ ഓഫ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന, ഞാൻ പറയല്ലേ, അയാള് നാടകം ഡയറക്ഷനാണ് പഠിച്ചത്, NSD പഠിച്ച ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് മിനിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരോട്. അല്ല, ഇതിന്റെയൊക്കെ അപ്പുറം ഒരുമിച്ച് ഒരു പഠിച്ചൊരു കണക്ഷനും കൂടി ഇല്ലേ? പഠിച്ച കണക്ഷൻ എന്ന് പറഞ്ഞാൽ ജൂനിയർ ആയിട്ടിരിക്കുമ്പോൾ മനസ്സിന്റെ സകല വിലയും കൂടെ കളഞ്ഞേക്കാം. ഞാൻ കാണുമ്പോൾ മറ്റേ തീയൊക്കെ വെച്ചിട്ട് തുപ്പി ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന കുമാരദാസിനെ, ഫയർ ഡാൻസ് കളിക്കുന്ന കുമാരനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ മിമിക്രി. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ കൊള്ളാം, അടുത്ത പ്രാവശ്യം ആർട്സ് ക്ലബ് സെക്രട്ടറി ആക്കാം. അങ്ങനെ മത്സരിച്ചു. കുമാരദാസ് ആർട്സ് ക്ലബ് സെക്രട്ടറി ഫസ്റ്റ് ഇയർ തന്നെ അല്ലേ, സെക്കൻഡ് ഇയറിൽ തന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. പിന്നീട് ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം പരിപാടി ചെയ്തപ്പോൾ അതിനകത്ത് കുമാരദാസ് ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എവിടെയോ ഫേസ്ബുക്കിലൂടെ എങ്ങനെയോ കണക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നോക്കുമ്പം NSD. അപ്പോൾ ഞാൻ സിനിമ ശ്രമിക്കാൻ തുടങ്ങുന്ന സമയം, ആ സമയത്ത് കുമാരനെ വിളിച്ചിട്ട് ഞാൻ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്നെക്കാളും എന്ന് വെച്ചാൽ ഈ മേഖലയിൽ വളരെ ഉയരത്തിലെത്തിയ ഒരാളാണ്. അപ്പൊ കുമാരനെ വിളിച്ച് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പ് വിളിച്ചിട്ടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പല പ്രമുഖ ആക്ടറും ഈ കഥ പറഞ്ഞിട്ടുണ്ട്. കോട്ടയംകാരനായ ബോളിവുഡ് ആക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ്, ആ റേഞ്ചിലാണ് അറിയപ്പെടുന്നത്. പാൻ ഇന്ത്യൻ കുമാരദാസ് എന്ന് പറയുന്നത് മൊത്തം പാൻ ഇന്ത്യ, റോഷൻ പാൻ ഇന്ത്യ, കുമാരദാസ് പാൻ ഇന്ത്യ. ഓക്കെ കാർമൻ, ഞങ്ങൾ പലതും പറയാൻ പറ്റില്ല, അത് സിനിമയിലെ പല കാര്യങ്ങൾ ഇപ്പോഴും തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കും. എന്നാലും പറയണേ, ഞങ്ങളെ ഞെട്ടിച്ച ഒരാളാണ് ഈ നിൽക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വന്ന ഓരോ മൊമെന്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ക്യാരക്ടറാണ്. എന്താണ് ഇപ്പൊ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം ഉണ്ടായിരുന്നു തന്നെ. പിന്നെ ഷായ്ക്കിന്റെ കൂടെ സെക്കൻഡ് മൂവിയാണ് ഞാൻ ഓഫീസറിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റോന്തില് ചെയ്യുമ്പോൾ ലൈക്ക് ഷായ്ക്ക് ഭയങ്കര സ്പേസ്, നമുക്ക് നല്ല ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ് തന്നായിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റോ പരിപാടികളോ ഒന്നുമില്ല. ഷായ്ക്ക് അങ്ങനെ പറയും, ഇതാണ് സിറ്റുവേഷൻ, എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറയുന്നു. നിലീഷ് ചേട്ടനും റോഷൻ ചേട്ടനും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. നിലീഷ് ചേട്ടനായാലും നമുക്ക് എങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നല്ല ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ്, നല്ല ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് ആ സെറ്റിൽ. അപ്പോൾ നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും പറയണേ, ഞെട്ടി പോകുന്നുണ്ട് എന്ന് പറയണം. അപ്പൊ പടത്തില് കണ്ടവർക്കൊക്കെ മനസ്സിലാവും, ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുമ്പോ ഇങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ ഈ നമ്മള് സിനിമയുടെ മലയോര മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് ചിന്തിക്കുക. ഇടുക്കി, ഞാനും എനിക്ക് ഈ സിനിമയെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ ഇടുക്കി ഡാം, മാണിക്കൂരിക്കും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ കാണാത്ത കുറെ മലനിരകളും റോഡുകളും. എങ്ങനെയാണ് ഇരിട്ടിയിലേക്ക് എത്തിയത്? ഇരിട്ടി ഒന്ന്, നമ്മുടെ ഈ പടം ആദ്യം ഇനിഷ്യൽ ടോക്കില് സജയ് എന്ന് പറഞ്ഞൊരു ആള് ഇരിട്ടിക്കാരനാണ്. പുള്ളി നേരത്തെ നമ്മുടെ 2 മലയാള സിനിമയൊക്കെ എടുത്ത ഒരാളാണ്. അപ്പം ആ ബേസിസിൽ ഷാഹി ആൾക്കാരെല്ലാം ഇരിട്ടിയിലൊന്ന് വിസിറ്റിനൊക്കെ പോയി. ഇരിട്ടിയുടെ ആ ബ്യൂട്ടിയും ആ പച്ചപ്പെല്ലാം കണ്ട് ഇതായി. അതുകൂടാതെ ഇരിട്ടി എന്റെയും ഒരു സെക്കൻഡ് ടൗൺ ആണ്. ഞങ്ങൾക്ക് അവിടെ റബ്ബറിന്റെ ബിസിനസ്സും റബ്ബറായിട്ടുള്ള കുറെ അവിടുത്തെ ആൾക്കാരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ ആ രീതിയിൽ ഇരിട്ടി ഷാഹി ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാനും അതിന് ഡബിൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവിടുത്തെ ജനങ്ങൾ തരും. എല്ലാവരും ഒരു കുടിയേറ്റ രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ കൂടുതൽ. ഒരു കുറച്ച് ക്രിസ്ത്യൻസും കുറച്ച് കൂടുതലുള്ള ഒരു സെക്ഷനാണ്. അപ്പം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഡാമുണ്ട്, ഹില്ലേരിയ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ കഥയ്ക്ക് പറ്റുന്ന ഒരു സ്ഥലമെന്ന് ഷാഹി പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയി. കഥയ്ക്ക് പറ്റുന്നതിനോടൊപ്പം ബഡ്ജറ്റും കുറച്ച് നല്ല ജനങ്ങളായിരുന്നു അല്ലേ? നല്ല സപ്പോർട്ട്. ഞാനിപ്പോ തമാശക്ക് പറഞ്ഞാലും ലൊക്കേഷൻ റെന്റുകൾ പല വീട്ടുകാർക്കും കാശ് പോലും വേണ്ട എന്നുള്ള രീതി പറഞ്ഞു. ഞങ്ങളുടെ ഷൂട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 45 days ആയിരുന്നു. അതിനകത്ത് 43 days നൈറ്റ് ഷൂട്ട് ആയിരുന്നു. 6 to 6 ആയിരുന്നു.
അപ്പം രാത്രി ഷൂട്ട് എടുക്കുമ്പം വെളുപ്പിന് 2 മണിക്കൊക്കെ അവിടുത്തെ നാട്ടുകാർ വന്ന് നിന്ന് കാണുമ്പോൾ എന്നുവെച്ചാൽ അവിടെ നോർമലി ഒരു മൂവി സെക്ഷൻ കുറവാണ്, പക്ഷെ അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു രീതിയിലുള്ള നമുക്ക് ട്രബിൾ വന്നിട്ടില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. സീനൊക്കെ എടുക്കുമ്പോൾ എനിക്കൊന്നൊരു 1000-2000 പേരുണ്ട് രാത്രി. അവിടെ സിംഗ് സൗണ്ടുമാണ്, പക്ഷെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. ആ സൈഡിലോട്ട് മാറുമ്പോൾ എല്ലാവരും അങ്ങോട്ട് മാറും. സൈലൻസ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാരും ശബ്ദിക്കില്ല. സിംഗ് സൗണ്ട് ആയതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ്. എത്ര നന്നായിട്ട് നമ്മുടെ കൂടെ ആ നാട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അല്ലെ. ഇരിട്ടി എല്ലാ ഇതുണ്ട്, ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തൊരു സിനിമ അവിടെ പ്ലാൻ ചെയ്യണ്ടെന്ന് തോന്നണല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥയായിട്ട് നമ്മൾ ഉറപ്പായിട്ടും അടുത്ത നമ്മൾ അവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഞാനേ ഒരു നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഒന്ന് ബാക്കോട്ട് പോയിക്കൂടെ? ഒരു ഒറ്റ സാധനം ഒന്ന് കാണിക്കേ. കുമാരദാസ് അപമാനിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ദൈവത്തോട് കാണിക്കുന്നത് വില കളയാനായിട്ട് ഒന്നുമില്ല. അയ്യോ, അത് കോളേജിലെ സമയത്തുള്ള കോമഡിയാണ്. എന്താ മിണ്ടാതെ വിളിക്കില്ലായിരുന്നു. എന്താ മിണ്ടാതെ? ഇത് ഇപ്പൊ ഞാൻ 2001 കാര്യമാണ്. അപ്പൊ ഞാനും ഷൈങ്ങള് പഠിക്കണം. അപ്പൊ ആ സമയത്ത് ആ കോളേജിൽ ഒരു കൂട്ടായ്മ, കലാകൂട്ടായ്മ. അവർ ആ സമയത്ത് മ്യൂസിക്കൽ വീഡിയോസ് ആ സമയത്ത് ഇറക്കിയ ആൾക്കാരാണ്. അല്ല, എന്റെ വീഡിയോസ് പറയുകയാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നിനക്കായി എന്ന് പറഞ്ഞ ആൽബത്തിന് ശേഷം ഒരു ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്ന, ഏറ്റവും വലിയ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്ന പറഞ്ഞാൽ പാടിയത് മൊത്തം റെക്കോർഡ് ചെയ്തൊക്കെ മദ്രാസിലാണ് അല്ലേ? മെയിൻ ബാലഭാസ്കർ ഇല്ല, ബാലഭാസ്കർ ആ സമയത്ത് ഇപ്പുറത്ത് മറ്റേ നമ്മുടെ എറമ പാട്ടുകൾ പാടുന്ന ഉണ്ണികൃഷ്ണൻ സാറ്, സുജാത മേഡം, അങ്ങനെയുള്ള വലിയ ആൾക്കാർ പാടി സത്യ ഓഡിയോസ് റിലീസ് ചെയ്ത ഒരു വലിയ കാസറ്റ് ആയിരുന്നു. അതെ, ഇത് ഈ പാട്ട് ആക്ച്വലി ഇതല്ലാതെ പലരും പാട്ട് ചെയ്തിട്ടുണ്ട്, ഈ സോങ്സ് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ പിന്നെ സോങ് മാത്രം ആരും വീഡിയോ ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ ഒരു തട്ടിക്കൂട്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിലെ കുറെ ഫുട്ടേജ് വെച്ച് ആരോ കട്ട് ചെയ്തിട്ടൊരു സോങ് ആണിത്. ചെയ്തതാണ്. അപ്പൊ അതായിരുന്നു എന്റെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് മിമിക്രി ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, സിനിമ ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഡാൻസ് ക്ലബിന് ലീഡറായി ഞാൻ ആ സമയത്തൊക്കെ. അപ്പൊ ആ സമയത്ത് എന്നെ അഭിനയിക്കാൻ വേണ്ടിയാണ് ഇവർ വിളിക്കുന്നത് ഈ ഷോർട്ട് ഫിലിമില്. അതാണ് ഫസ്റ്റ് ക്യാമറ ആക്ടിങ് എക്സ്പീരിയൻസ്. ഇതിന്റെ ഇടയിൽ ഒരു 3-4 പടങ്ങൾ ഉണ്ടായപ്പോ എന്താണ് ആ ടൈമിൽ ഒരു കണക്ഷൻ പറയാൻ? പേരുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലാവാണ്ടാണോ അറിയില്ല. ഞാൻ അതിൽ കുറെ അരിച്ചു ഇറങ്ങിയിട്ട് അത് കോവിഡിന്റെ സമയത്തുള്ള പടമായിരുന്നു. ഡബിൾ ബോഡി ആയിട്ടായിരുന്നു. അതിന് വിനോദ് സാഗർ മൂർത്തി എന്ന് ക്യാരക്ടർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ലുക്കും സിമിലർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി ഡബിളായിട്ടാണ് അഭിനയിച്ചത്. കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ കേരളത്തിൽ ഷൂട്ട് ചെയ്തപ്പോ പുള്ളിക്ക് അന്ന് വരാൻ പറ്റില്ല, ഡേറ്റിലായിരുന്നു. ഓക്കെ, അന്നൊരു സീനിൽ കുമാരാസ് വന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സെക്കൻഡ് അതിൽ എനിക്ക് വേണ്ടി ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സമയം ഞാൻ പലപ്പോഴും ആക്ടിങ് ട്രെയിനിങ് ചെയ്യുന്നതാണ്. നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പൊ അങ്ങനെ പടം പ്രീപോണ്ട് ചെയ്ത് കാരണം എനിക്ക് ആ പടം മിസ്സായി. പിന്നെ ഈ പടം ഞാനില്ല, റോന്ത് എന്നെ കാസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ട് ഒരു സമയത്ത് പല സ്ഥലത്തല്ലേ ബനാറസി വർക്ക് ആക്ടിങ് ട്രെയിൻ ചെയ്തോണ്ടിരിക്കണം. ഷൈയുടെ പടം തുടങ്ങി ഞാൻ അറിഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഷൈയുടെ പടം ഫോൺ തുടങ്ങുവാണ്. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് കാണുന്നു, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ന്യൂസൊക്കെ. അപ്പൊ എന്റെ ഈ ആ പടം ഞാനില്ലല്ലോ, ഇനി വിളിക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മിസ് കോൾ വന്നു ഷൈയുടെ. അപ്പൊ ഞാൻ ചോദിച്ചു, മിക്കവാറും കാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ പരിപാടി ഞാൻ വിളിച്ചു, ഹലോ കുമാര എവിടെ? ഞാൻ ബനാറസില്ല. താനോടെ പോയി കിടക്കോളൂ, താനിവിടെ ഉണ്ടായിരുന്നില്ല, ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തോ പരിപാടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷായി ഞാൻ നാളെ എത്തും കേരളത്തിൽ, എനിക്ക് നേരെ വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വന്നു, ഷൂട്ട് ലൊക്കേഷൻ വന്നു. നായാട്ടിലൊരു വലിയ കാസ്റ്റ് കുമാരാസിന്റെ സംഭാവനയാണ്. കുമാരാസ് പോലും അറിഞ്ഞില്ലായിരുന്നത്. നായാട്ടി എം എന്ന് പറഞ്ഞ ക്യാരക്ടർ എവിടുന്നും കിട്ടുന്നില്ല. ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ കൺഫ്യൂഷനാണ്, ആലോചിക്കുന്നതാണ് ഒരു സ്ഥിരം പരിപാടി പറ്റില്ല എന്നുള്ള ചിന്തയിരിക്കുന്നു. അന്ന് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറാൻ നേരം വെറുതെ ഫേസ്ബുക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുമാരാസി എമ്മയുടെ കണ്ണെ ഒരു സോങ്, കണ്ണെ ഒരു പാട്ട് ഇട്ടിരിക്കുന്നു. ഞാൻ നേരെ ഇത് അപ്പം തന്നെ വണ്ടിക്കാരന്ന് പാടി ഞാൻ അയച്ചു കൊടുത്തു. ഇവര് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പം മാട്ടിൻപ്രക്കാട്ട് പഴയ ഒരു മാതൃഭൂമി എടുത്തു വെച്ചിരിക്കുക. ഞാൻ അന്നേ ഇവരുടെ ഫോട്ടോ ഇവിടുന്ന് ഞാൻ ഇവര് ഓർമ്മയുണ്ട് കിട്ടാഞ്ഞിട്ടാണ്. സിയമയുടെ റൈറ്ററാണല്ലോ, ഒരു കവർ ഫോട്ടോ ഉണ്ടായിരുന്നു. അന്നാ കുമാരാസ് ആ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് യമയെ കിട്ടിയത്. ഓ, കണക്ഷൻ തന്നെ വഴി നോക്കണേ, അടിപൊളി. എന്തായാലും ഇപ്പൊ നമ്മൾ റോന്തിൽ എത്തിയിരിക്കുകയാണ്. ഇതില് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു പരിധി വരെ നമ്മളെല്ലാവരും ആ ജീപ്പിനകത്താണ്. കാണുന്ന എല്ലാവരും നമുക്ക് അത്രയും ഡീറ്റെയിലിംഗ് ആണ്. അതിന്റെ ശബ്ദങ്ങളായിക്കോട്ടെ, അതിന്റെ എല്ലാ ഷോട്ടുകളായിക്കോട്ടെ.
അത്രയും ഒബ്സർവേഷൻ കിട്ടിയിട്ടുണ്ടോ ജീപ്പിനകത്ത്? ഇല്ല, ജീപ്പിന്റെ ഒബ്സർവേഷൻ അത് നമ്മൾ സിനിമാറ്റിക്കലി കാണുന്നതന്നെയാണ്. കാരണം ഇപ്പൊ എലവിട പൂഞ്ചിറയിൽ ഞങ്ങൾ ചിന്തിച്ചത് ആ മലയുടെ അകത്ത് വന്നിരിക്കുക, ആ ക്യാബിന്റെ അകത്ത് പ്രേക്ഷകൻ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്യുമ്പം പ്രൊഡ്യൂസർക്ക് ഒന്നും വലിയ താല്പര്യം ഇല്ലെങ്കിലും, അല്ല അവരുടെ താല്പര്യം ഇല്ലെന്ന് വെച്ചാൽ സ്പീഡാക്കണമല്ലോ, പടം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങണം. അപ്പോഴും നമ്മൾ റിസ്ക് എടുത്ത് എല്ലാ പടവും ചെയ്യുന്ന പാരലലി ഒരേ സമയം മ്യൂസിക് ഡയറക്ടർ വർക്ക് ചെയ്യും, സൗണ്ട് ഡിസൈൻ ഇപ്പുറത്ത് വർക്ക് ചെയ്യും. ഞങ്ങൾ ആക്ച്വലി സൗണ്ട് ഡിസൈൻ കഴിഞ്ഞിട്ട് മാത്രമാണ് മ്യൂസിക് തുടങ്ങുന്നത്. ഈ 2 പടങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇച്ചിരി ഡിലേ ഉണ്ടാവും, അതിന്റെ ദേഷ്യമൊക്കെ പ്രൊഡ്യൂസർക്ക് ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. അല്ല പക്ഷെ അതെല്ലാം കറങ്ങി തെളിവില്ലേ? നമ്മുടെ ഉദ്ദേശം അതാണ്, ഈ വണ്ടിക്കകത്ത് പ്രേക്ഷകൻ ഇരുന്നാൽ നമ്മൾ വിജയിച്ചു, വണ്ടിയുടെ വെളിയിൽ ഇറങ്ങിപ്പോയാൽ പരാജയപ്പെട്ടു. അതെ, കറക്റ്റ് എല്ലാവരും അതിനകത്ത് തന്നെ പെട്ടിട്ടുണ്ട്, ആരും പുറത്തേക്ക് പോയിട്ടില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള പണിയാണ്. അതന്നെ, ആർട്ട് ഇതിന്റെ പുറകിൽ ആർട്ടായിരിക്കും, മ്യൂസിക് ഒക്കെ, ക്യാമറ ഒക്കെ, എല്ലാവരും കട്ടയ്ക്ക് ഒരു ടീം വർക്ക് എന്ന് പറയാം, എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ കാർമൽ എന്തെങ്കിലും പേടിയുണ്ടോ? എനിക്കോ? എന്തെങ്കിലും ജീവികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടോ? അധികം കാർമന് പേടിയില്ലാത്തോണ്ടാണ് കാർമൻ ഈ സിനിമയിൽ വന്നത്. അതല്ലേ, ഞാൻ കാർമനെ കാസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്, കാർമൻ ഓഫീസർ ഡ്യൂട്ടിയുടെ ഓഡിഷനൊന്നും ഞാൻ പോയിട്ടില്ല, ഞാൻ അധികം അങ്ങനൊന്നും കണ്ടില്ല. ഒരു ദിവസം ഒരു ഹോസ്പിറ്റൽ സീൻ, കാർമൻ അഭിനയിച്ച ജഗദീഷന്റെ മോളുടെ സീൻ ഞാൻ ഇവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് നോക്കാൻ നേരം ഫസ്റ്റ് ഞങ്ങൾക്ക് ഈ പെൺകുട്ടി എത്ര പടത്തെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഇല്ല, നമ്മൾ ഓഡിഷൻ എടുത്ത ഫസ്റ്റ് ഇതാണ്. ഞാൻ നോക്കുമ്പോൾ ജഗദീഷേട്ടനോടും ജാക്കോച്ചനോടും യാതൊരുവിധ ഭയവും ഇല്ലാതെ ഒരു പെണ്ണ് അവിടെ നിന്ന് ഉഗ്രനായിട്ട് ഞാൻ ഗ്ലിസറിൻ കൊടുത്തിട്ടുണ്ട്. ഇല്ല, പെർഫോമൻസ് ഞാൻ അല്ല, എന്റെ അടുത്ത് ഗ്ലിസറിൻ വേണമെന്ന് ചോദിച്ചു. ഞാൻ കുഴപ്പമുണ്ടായില്ല, ഞാൻ വേണ്ട കുഴപ്പമില്ല, അത് ആ ഒരു ക്യാരക്ടറിൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഫസ്റ്റ് സീൻ അങ്ങനെ ഞാൻ നോക്കിയപ്പോ ധൈര്യമുള്ള അല്ലെ, ഫസ്റ്റ് സിനിമയിൽ വന്നിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഓഡിഷനിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, സെറ്റി വന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ, അത് പ്രത്യേകിച്ച് ആക്കൊച്ചൻ ജഗദീഷനൊക്കെ പറയുന്നവരോടെയൊക്കെ നിന്നിട്ട് ആ ഒരു ഭയമൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ അങ്ങനെയാണ് കാർമൻ വന്നത്. കാർമന് ഭയം ഉണ്ടെന്ന് മാത്രം പറയുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ അറിയാണ്ടൊന്ന് പൊട്ടിപ്പോവേ ചില സമയത്ത്. ഇന്നലെ നമ്മള് ഓഡിയൻസിന്റെ റെസ്പോൺസ്, എന്റെ അടുത്തിരുന്നൊരു ചേച്ചിയാ പ്രായമുള്ള, ആ കൊച്ചിന് പേടിയില്ല ഇതൊക്കെ, അതായത് ആ റൂമിനകത്തൊക്കെ നിൽക്കുമ്പോ അതിന് ഇറങ്ങി പോകാൻ പറ, ഇങ്ങനെയൊക്കെ അവരിങ്ങനെ പറഞ്ഞു, കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ സീനില്. ആ ഞെട്ടുന്ന സീനിലേക്ക് അവര് എന്റെ അടുത്തായിരുന്നു, എന്നെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നു. എന്നെ നോക്കിയിരുന്നു, പക്ഷെ മോൻ ആ സീൻ കഴിയുമ്പോ പറയട്ടെ, അങ്ങനെയൊക്കെ അത്രയും അന്ന് തോന്നിയ ഹൊറർ മൂവി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അതേപോലെ പേടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഞാനും ഞെട്ടണം. നമുക്ക് പ്രത്യേകിച്ച് ഇത് സിംഗ് സൗണ്ടും കൂടെ ആയതുകൊണ്ട് ഡബ്ബില്ല, നമുക്ക് കണ്ടിട്ടുമില്ല, പെർഫോം ചെയ്ത് കഴിഞ്ഞ് പോയി, പിന്നെ സ്ക്രീനിലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോഴും ശരിക്കും ഞാനും ഞെട്ടി. നമുക്ക് ഏകദേശം അറിയെങ്കിലും നമ്മള് ശരി ഇതിപ്പോ എന്റെ സീൻ വരും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെ ഐഡിയ ഇല്ലെങ്കിലും, പക്ഷെ ഞാനും ഞെട്ടിയിരുന്നു എന്റെ സീൻ കണ്ടിട്ട്. ഇതിലായിരുന്നു. അതേപോലെ നമുക്ക് ഇതിന്റെ ലാസ്റ്റിൽ നമ്മൾ പടം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വിഷമിച്ച് ഇറങ്ങി പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ദേഷ്യം മുതൽ ഇറങ്ങി പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വളരെ റെയർ ആയിട്ടുള്ളൂ. ഇതിപ്പോ ഇത് ഇങ്ങനെ നിൽക്കുന്നത് അതൊരു റിസ്ക് അല്ലേ എടുത്തേക്കുന്നത്? ആക്ച്വലി അത് അങ്ങനെ ജോസഫിലും ഇതാണ് തന്നെയായിരുന്നു. പടം കഴിഞ്ഞു ഒന്ന് സ്റ്റക്കായി മൊമെന്റൊക്കെ കഴിഞ്ഞിട്ടാണ് കൈയടിയൊക്കെ കിട്ടിയിട്ടുള്ള നായകളിലും അങ്ങനെ തന്നെയാണ്. തിയേറ്റർ റെസ്പോൺസിലും പല ആൾക്കാരെ വിളിച്ച് പറയുന്നില്ലേ ഇത് അങ്ങനെ ചെയ്തുകൂടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഇവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു തോട്ട് ഐഡിയ മനസ്സിലുണ്ടായിരുന്നു ആദ്യമേ? ഇല്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ച ആൾക്കാർ അവിടെ നിൽക്കുക എടുക്കുമെന്നുള്ളതാണ്. നമ്മളെ സിനിമ തീരേണ്ട പോയിന്റ് തീരണമെന്നുള്ളത് ചിന്തിച്ചിട്ടുള്ളത്. ഇതിന്റെ അതുപോലെ പുറകിൽ ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വരാത്ത നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിനിമയുടെ വിജയത്തിന് ഒരുപാട് പേര് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ആർട്ട് ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, എല്ലാവരും. അങ്ങനത്തെ ആ ഡിപ്പാർട്ട്മെന്റിൽ അവരെ കുറിച്ച് സാർ എന്താ പറയാനുള്ളത്, നമ്മുടെ കൂടെ നിന്ന അവരെ കുറിച്ച്? ഇല്ല, ഇത് എൻ്റെ ഒരു സ്ഥിരം ടീം തന്നെയാണ് എന്ന് തന്നെ പറയാം. അത് സിനിമയിലല്ലാതെ ഉള്ള സൗഹൃദമുള്ള ആൾക്കാരാണ്. മ്യൂസിക് ഡയറക്ടർ, ഇപ്പം ക്യാമറാമാൻ മനീഷ്, ഇപ്പം കിരൺ, പ്രവീൺ ചേട്ടൻ എഡിറ്റർ, ദിലീപ്, പിന്നെ ദിലീപ് കൺട്രോളർ ഷബീർ, കൺട്രോളർ എന്നൊക്കെ എടുത്തു പറയണം. കാരണം ഒരു പ്രൊഡ്യൂസറും ഇല്ലാത്ത സമയത്ത് ഞാൻ വിളിക്കും, അത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നമ്മൾ പോവാ എന്ന് പറയുന്ന സമയത്ത് അഡ്വാൻസോ ഇതൊന്നും ഇല്ലാതെ ഇവർ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇരട്ടിപ്പ് ലൊക്കേഷനൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആർക്കും അഡ്വാൻസ് പോലും ഈ സിനിമ നടക്കോ ഇല്ലെന്ന് പോലും ഉറപ്പില്ല. ആ സമയത്ത് വരെ ട്രാവൽ ചെയ്യുന്നതാണ്. അത്രയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഷൂട്ടിലോട്ട് പോകുന്നത്. അതൊരു ടീം വർക്കാണ്. ഞാൻ വീടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത്. അതാണ് ഒരു ടീം വർക്കാണ് എല്ലാത്തിന്റെ ഒരു വിജയത്തിന്റെ പുറകിൽ വരുന്നത്. നല്ലൊരു ടീമിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ സാർ ഇപ്പോൾ നമ്മുടെ പോലീസ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് വിട്ടിട്ട് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? അങ്ങനെയില്ല.
പലർക്കുള്ള ഒരു പേടി അതാണ്. ഭാര്യ പറഞ്ഞു 2 വർഷം എന്റെ ശമ്പളം കൊണ്ട് ജീവിക്കാം, അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ തിരിച്ചു വന്ന് കയറിക്കോണം. 2 വർഷത്തെ ആ ഒരു അനുമതി ആണ്. അല്ല, അത് കഴിഞ്ഞല്ലോ. സാമ്പത്തികമാണല്ലോ പ്രധാന പ്രശ്നം. തീർച്ചയായിട്ടും. പോലീസ് വിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ ലോണാണ്, അത് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് മാത്രം പിള്ളേർ ഭക്ഷണം കഴിച്ചാണ്. ശമ്പളം ഇല്ലാത്ത ലീവുകളാണ്. ആ സമയത്താണ് സിനിമയ്ക്ക് ശ്രമിച്ചത്. ഇനിയിപ്പോ മുമ്പോട്ട് ഇപ്പൊ ഈ ടീം തന്നെ ആയിരിക്കും നമുക്ക് കൂടുതലും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത്. അപ്പൊ നല്ലൊരു ടീം തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇല്ല, അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചാണ്. നമ്മളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പടം ചെയ്ത് ബോറടിച്ചു തുടങ്ങി. നമുക്കെല്ലാം ഒന്ന് പൊളിച്ചിട്ട് അടുത്ത ടീം. കാരണം നിരന്തരം നമുക്കൊരു പുതിയ കാഴ്ചകൾ ഉണ്ടാവും. എല്ലാരും ഇപ്പം രസം വെച്ചാൽ മനീഷ് ചേട്ടൻ വേറെ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ദിലീപ് ആവശ്യത്തിലധികം വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രഹ്മചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേട്ടൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഈ ടീമിന്റെ സ്റ്റഫ്. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കണ്ട് ബോറടിച്ചാണ്, ഇടയ്ക്ക് വെളിയിൽ പോയിട്ട് വരാമെന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പോത്തേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? പോത്തേട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് പെർഫോമിങ് സ്പേസ് തന്നിരുന്നു. പോത്തേട്ടനായാലും റോഷനേട്ടനായാലും രണ്ടുപേരും ലൈക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പരിപാടി കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. നമുക്ക് ഒരു സംഭവം തരും, നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, നിങ്ങളുടെ പേര് ഇങ്ങനെയാണ്, ഇതിന്റെ പരിപാടി ഇങ്ങനെയാണെന്ന് പറയും. പോത്തേട്ടും പറയും ഇങ്ങനെ ചെയ്താലോ. ഇതിൽ കുറെ ഫൺ മൂമെന്റ്സ് ഒക്കെ ആ സ്പോട്ടിൽ ഇപ്പൊ റോഷനേട്ടനായാലും ദിനേശേട്ടനായാലും പറയ ഇങ്ങനെ ചെയ്താലോ, ഈ ഒരു സംഭവം പറഞ്ഞാലോ എന്ന് പറഞ്ഞ. അപ്പം അവിടെ സെറ്റിലെ കോമഡി അത് എല്ലാരും ചിരിക്കും. അപ്പൊ നമുക്ക് ഷായിക്ക് പറയും അന്ന് അത് എടുത്തോ, അത് പിടിച്ചോളാൻ പറയും. ആ ഒരു മൂഡിൽ നമുക്കൊരു ധാരണയുണ്ട്. ആദ്യമേ അഭിനേതാക്കളെ തുറന്നു വിടുക, അത് വർക്കായില്ലെങ്കിൽ മാത്രം നമ്മൾ അതാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ബേസിക് ഡയലോഗ്സ് നമ്മളെ ആയിരിക്കും, ഐഡിയകൾ ഇതുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും നമ്മൾ ഡബിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അതിൽ പല സാധനങ്ങളും നമുക്ക് വളരെ ടെൻഷൻ അടിച്ചിരുന്ന നേരത്തെ വരെ ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാ ചിരിക്കുകയും ചെയ്തു, എന്നാൽ വീണ്ടും തൊട്ട് ബാക്ക് ആ സീരിയസിലേക്ക് പോവുകയും ചെയ്തു. അതൊക്കെ നമ്മൾ സ്പോട്ടിൽ ഇതുപോലെ പലതും കയ്യിൽ നിന്ന് വരുന്നു. അങ്ങനല്ല, ഇപ്പം ഇവരുടെ ഡയലോഗുകൾ എന്റെ കോമഡി എന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു ജീപ്പിലിരിക്കുക, ഒരു ജീപ്പിൽ നിന്ന് അങ്ങോട്ട് വരും. ഇതിനിടെ നടക്കുന്നതൊന്നും നമുക്കറിയില്ല. അവസാനം നമ്മൾ മോട്ടറിൽ മാത്രമാണ് കാണുന്നത്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാന പോയിന്റ്സ് റോഷേട്ടിനും പോത്തിനും അറിയാം. അവര് തമ്മിലുള്ള എന്ന് വെച്ചാൽ ഇവരൊന്നും അതിനകത്ത് പ്രിപ്പയർഡ് ആയിട്ട് വരാനും പാടില്ല. ഇവര് ഫുൾ അറിഞ്ഞിട്ട് പറഞ്ഞാൽ ചിലർക്കൊന്നും, ചില ആൾക്കാർക്കൊന്നും ഇപ്പൊ കൃഷ റോഷന്റെ ഞാനിത് അറിഞ്ഞില്ല സിനിമ കണ്ടപ്പോഴാണ്. കൃഷിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അതിന്റെ വേറൊരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് സെറ്റായിട്ട് ചിലരോട് നമ്മളെ ഫുള്ള് പറയില്ല. നിങ്ങളുടെ പോർഷൻ ഇത്രയേ ഉള്ളൂ, അത് മാത്രം അറിഞ്ഞാൽ മതി. കാരണം പ്രിപ്പയർഡ് ആയതും നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടാവും. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ 2 സിനിമകൾ കഴിഞ്ഞപ്പോൾ 3 ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. താങ്കളെ കുറിച്ച് ഭയങ്കരമായിട്ട് പലരും സംസാരിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോ മുമ്പോട്ട് പടങ്ങൾ ചെയ്യുക, റിലീസ് ആവാനുള്ളത് സൂത്രവാക്യം എന്ന സിനിമയാണ്. അപ്പോൾ അതാണ് മലയാളത്തിൽ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള പ്രൊജക്ട്സ് എല്ലാം സംസാരിക്കുന്നു, അതിന്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടില്ല. ഈ നസറുദ്ദീൻ ഷായുടെ ശിഷ്യനാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു കണക്ഷൻ എന്താണ്? അത് ഒരു വലിയ കഥയാണ്, അതുകൊണ്ട് അത്രയും സമയം എടുത്ത് ഞാൻ പറയുന്നില്ല. ഞാൻ പണ്ട് മുതലേ ഏറ്റവും ചെറിയ പ്രായത്തിൽ മുതലേ ആക്ടർ ആകാൻ വേണ്ടി വളരെയായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ ചെല്ലുന്നത്, പിന്നെ NSG ചെല്ലുന്നു. അപ്പൊ ഹിന്ദി അറിയാൻ പറ്റുമ്പോൾ ഞാൻ അവിടെ ഡയറക്ഷനാണ് എടുത്തത്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പം ഡയറക്ഷൻ എടുത്തു, ഞാൻ ആക്ടിങ് എടുത്തില്ല. പക്ഷേ ഈ നസീർ സാർ എൻ്റെ ആക്ടിങ് ബാച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അഭിനയിച്ച നാടകം കണ്ടു, ഒരു സീൻ വർക്ക് കണ്ടു. അത് കണ്ടപ്പോഴത്തേനും അത് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പേര് ചോദിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു, നീ ആക്ടറാടാ എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. അതിനോട് നീ ആക്ടറാണോ ഡയറക്ടറാണോ? ഞാൻ പറഞ്ഞാൽ ഞാൻ ഡയറക്ടറാണ്. നോ യു ഹാവ് ടു ഡു ആക്ടിങ് എന്ന് പറഞ്ഞ് പുള്ളി പോയി. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഓസ്കാർ കിട്ടിയ പോലത്തെ പ്രതിനിധിയായിരുന്നു. പിന്നീട് ഞാൻ തിയേറ്റർ ഡയറക്ടറായിട്ട് ഡൽഹിയിൽ ബേസ് വർക്ക് ചെയ്യായിരുന്നു. HODF മധ്യപ്രദേശ് ക്ലോട്ടറാമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ 10 വർഷത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഇടയ്ക്കൊരു ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചു. അപ്പോൾ എൻ്റെ മൊത്തം എല്ലാ പരിപാടിയും പോയി, കാഴ്ചശക്തി പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു സ്റ്റേജിലെത്തി. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ദൈവമേ, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമായിരുന്നു ബിക്കം എൻ ആക്ടർ. ഇപ്പം എനിക്ക് ബോഡിയോ അങ്ങനത്തെ സൈറ്റോ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു, ഈവൻ ഞാൻ NSC വരെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്നിട്ട് ഞാൻ ആക്ടറായില്ല. സോ എനിക്ക് ആക്ടർ ആവണം. അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ പഴയ ബോഡിയൊക്കെ തിരിച്ചു കിട്ടി. അപ്പോഴാണ് ഞാൻ 34ാമത്തെ വയസ്സിൽ FTയിൽ അപേക്ഷിക്കുന്നു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ. അവിടെ അഡ്മിഷൻ കിട്ടുന്നു, ഞാൻ ചെല്ലുന്നു. അവിടെ പഠിപ്പിക്കാൻ വേണ്ടി നസീർ ഷാ വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഈ കഥയും പുള്ളിക്കറിയത്തില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഈ കാര്യമൊക്കെ പറയുന്നു. പിന്നെ അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 1.5 ഇയറിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 20 days വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം ക്ലാസ് എടുത്ത വിദ്യാർത്ഥി ഞങ്ങളാണ് FTയിൽ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ആക്ടിങ് മെത്തഡോളജിയാണ് എൻ്റെ ട്രെയിനിങ്. അപ്പോൾ ഞാൻ ആസ് എ ആക്ടിങ് ട്രെയിനറും കൂടിയാണ്. അപ്പം അതേ എന്നെ സംബന്ധിച്ച് ഇസ് എ ഗോഡ് ഫാദർ. ഓക്കെ. അദ്ദേഹത്തെ ഓർക്കാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും എൻ്റെ ലൈഫിൽ. ഓ നൈസ്. അതുപോലെ സാർ ഒറ്റ കാര്യം കൂടി, നമ്മളൊരു പോലീസ്, ഞാൻ ഇതിലൊരു വരട്ടെ ഒറ്റ കാര്യം ചെയ്യാനാണ്. ഈ പോലീസുകാർ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരു ഓഫീസർ ഇപ്പോൾ ഈ പറയുന്ന റോന്ത് ചുറ്റുന്ന ഈ പെട്രോളിങ്ങിന് പോകുന്ന ഈ ടൈം പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്കാണ് പോയിപ്പെടുന്നത്. സാറും ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പോലീസുകാരെ പേടിക്കുന്ന അവസ്ഥകൾ വരുന്നത് എവിടെയാണ്? ഉള്ളിൽ ഞാൻ പറഞ്ഞ റോഷന്റെ ക്യാരക്ടർ എൻ്റെ ഉള്ളിലുള്ളതാണ്. ഞാൻ അതേ സ്പേസിൽ അതേ കണക്കൊരു സിറ്റുവേഷൻ ഞാൻ പേടിച്ച് നിന്നിട്ടുള്ള ആളാണ്. സോ ഞാൻ കുറെ റോഷന് എൻ്റെ സിറ്റുവേഷൻസും എൻ്റെ ഭയങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ പേടിച്ചെന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും? അത് സിനിമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേ കണക്ക് തന്നെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വരുന്നില്ല സാർ പോകുമെന്ന് ചോദിച്ചിട്ട് ഞാനൊരു റബ്ബർ തോട്ടത്തിന് നടക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക്. അന്ന് അപ്പൊ ഞാൻ അന്ന് നിന്നപ്പോ പെട്ടെന്ന് ഞാൻ വിളിക്കുന്ന ഫോൺ കോള് മതിച്ചു തന്നെയാണ്, മധുനിലാണ്ട് നായരുടെ ഒരു സമയമാണ്. പുള്ളിയായിട്ട് ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ചുറ്റും വെട്ടമൊന്നുമില്ല, ചെറിയ. അപ്പൊ ഞാൻ സെയിം സ്ഥലം അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ഈ കണ്ട കണക്ക് തന്നെ അയ്യോ ഇവിടാണല്ലോ ഞാൻ ഒരാഴ്ച മുമ്പ് വന്നത് എന്നുള്ള തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വണ്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്റെ സ്വാഭാവികമായി അതിൻ്റെ അത് കാണുന്നതല്ല എന്റെ പരിപാടിയാണ്. അപ്പോഴാണ് അതേ കണക്കൊരു മച്ചാൻ വരുന്നത്. ശരിക്കും അത് പോകുന്നത്. ഞാൻ പറഞ്ഞു കുറച്ച് എൻ്റെ ഉണ്ട് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞു. പേടിയും കാര്യങ്ങളൊക്കെ അല്ലേ? ശരിക്കും പോലീസുകാരുടെ ഉള്ളിലും പേടികൾ വരാറുണ്ടല്ലേ? പോലീസുകാരുടെ നമ്മള് കാണുമ്പോ ഭയങ്കര എക്സ്ട്രാ ധൈര്യം ഞാനായിട്ട് നിൽക്കണ്ട, നാട്ടുകാരുടെ മുമ്പ് വീഴാൻ പാടില്ല. ഇതുപോലെ ഈ സമരങ്ങളിലൊക്കെ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഈ വലിയ ലാത്തിചാർജ് ഒക്കെ നടക്കുമ്പോ അതിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു? കാരണം പണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നേക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു എന്റെ എല്ലാ കഥയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്നും എങ്ങനെ പറഞ്ഞത് അറിയാം. ഞാൻ പലയിടത്തൊക്കെ കാരണം സമരം നടത്തുന്ന സൈഡിൽ നിന്നിട്ടുണ്ട് ഒരു ടൈമില്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേനും നമുക്ക് അറിയാലോ, ഏറ് ഇവിടുന്നും അവിടെ നിന്നൊക്കെ വരാൻ ഇല്ല. അത് നിങ്ങളുടെ ഏറ്റവും തല്ലാൻ വേണ്ടി ചെല്ലുന്നതല്ല. ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റ് ഒരു സമരം, അന്ന് സംഘർഷം ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. അപ്പോൾ എല്ലാ ഫസ്റ്റ് ഡ്യൂട്ടി ഇറങ്ങുന്നെന്ന് ഞങ്ങളുടെ, ഞാൻ പേര് പറഞ്ഞായിരുന്നു, ജിനു എന്നാണ് തോന്നുന്നു, പുള്ളി വിളിച്ച് എല്ലാവരെയും ഫോണിനാക്കിയിട്ട് ഒരു ഓഫീസർ പറഞ്ഞാണ് നമ്മൾക്കോ സമരം ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൂടി എല്ലാ മനുഷ്യർക്കും വേണ്ടി സമരം ചെയ്യുന്നവരാണ് അവർ. ഏത് രാഷ്ട്രീയക്കാരായിരിക്കാം, പല രാഷ്ട്രീയക്കാരായിരിക്കാം, പക്ഷെ പൊതുവായ സമൂഹത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് അനാവശ്യമായ ലാത്തിച്ചാർജോ എന്തോ സംഭവിച്ചാലും നമ്മൾ പ്രതികരിക്കരുത്. നമ്മളെല്ലാം നിൽക്കുന്നത് നമ്മളുടെ ഓഫീസർ ഓർഡറിന് വേണ്ടിയാണ്. അതുവരെ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. പ്രകോപിതരാവരുത്. നമുക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കും, പക്ഷെ അവർ നമുക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീരുമാനങ്ങളും പറഞ്ഞിട്ടുള്ളൊരു ആളുണ്ട്, എല്ലാവരും പറയാൻ അറിയത്തില്ല. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ മുമ്പിൽ നിന്നിരുന്ന ഓഫീസർ. ഓക്കെ. അപ്പൊ എന്ത് പ്രകോപനം വന്നാലും നമ്മൾ ഏറ്റെടുക്കണം. പക്ഷെ അവസാനം അവർ പ്രകോപിപ്പിക്കുക, അവസാനം മേലുദ്യോഗസ്ഥൻ ലാത്തിച്ചാർജ് പറയുകയും ചിലപ്പോൾ ഉപയോഗിക്കുക, അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതില് അതുപോലെ തന്നെ ഈ പൈലറ്റ് പോകുന്ന ഒരു കാര്യം, അതും വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയല്ലേ? കാരണം ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ ശ്രദ്ധ കൊടുത്ത് പോകുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ അതേപോലെ പൈലറ്റുകളും പോട്ടി വന്നിട്ടുണ്ടോ? ഞാൻ പൈലറ്റുകളുണ്ട്. പൈലറ്റിനേക്കാളും പാടാണ് എസ്കോട്ട് എന്ന് പറയും, ബാക്കിൽ പോവാ. പടത്തിലില്ല, എന്നെ സംബന്ധിച്ച് പൈലറ്റ് പോകുന്നതിനേക്കാളും പാടാ എസ്കോട്ട്. കാരണം ഇവരെല്ലാം അങ്ങ് പോകും, നമ്മളെവിടെയെങ്കിലും ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല, പിന്നെ നമ്മൾ തപ്പിപ്പിടിച്ചു പോകണം ഇവരോട്. അത്രയും സ്പീഡിലായിരിക്കും, ഭയങ്കര സ്പീഡിലായിരിക്കും ഫ്രണ്ടിൽ. നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ഇവർ ഓവർടേക്ക് ചെയ്യില്ല, അവർ പുറകെ കാണും. പക്ഷെ ഈ രണ്ട് വണ്ടി സ്പീഡിൽ പോകും, നമ്മളെവിടെയെങ്കിലും ഇടയ്ക്ക് ഈ രണ്ട് വണ്ടി പാസ് ചെയ്യുമ്പോൾ ആരെങ്കിലും വട്ടം വയ്ക്കും. അങ്ങനെ എപ്പോഴും ഇതുണ്ടാവും. എന്തായാലും ഇപ്പൊ നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സിനിമ വളരെ നല്ല രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിന്റെ എഴുത്തും ഇതിന്റെ നമ്മൾ ഒന്നിനൊന്ന് വ്യത്യസ്തതയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഈ നമ്മൾ മുമ്പ് കണ്ടേക്കുന്ന കഥയല്ല, അതിനെക്കാട്ടും തീർച്ചയായും അപ്പൊ പോലീസിനകത്ത് തന്നെ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടുകൾ ഉണ്ടെന്ന് നോക്കിപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ടും പോലീസ് സ്റ്റോറി തന്നെ ചെയ്യണം, ഞങ്ങൾക്ക് ഇനിയും വേണം ഇതേപോലത്തെ കുറെ സംഭവങ്ങൾ. അതുപോലെ തന്നെ പ്രൊഡ്യൂസറിനോട് എന്താണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട്? പ്രൊഡ്യൂസർ ഇപ്പൊ അഭിനയിച്ചു തുടങ്ങിയല്ലോ, അതും കൂടി എന്താ പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
അഭിനയിക്കേണ്ടി വന്നു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ എനിക്ക് സംശയമുണ്ട്. അതെന്തായാലും ഇനി അഭിനയത്തിലേക്ക് കൂടി ചേട്ടൻ കിടക്കാനാണ് ഇവിടെയുള്ള ചില പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു പടത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് മുഖം കാണിച്ചു. അങ്ങനെയല്ല, ഈ പ്രൊഡ്യൂസർ ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നു. ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നു. സംവിധായകൻ മൊബൈൽ നോക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോ? അങ്ങനെയല്ല, നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്, നമുക്ക് അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം അറിയണം. ഇനി അങ്ങോട്ട് 2-3 പ്രോജക്ട്സ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു റൂട്ട് ലെവൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാസ് റൂട്ടിൽ എങ്ങനെയാണ് സിനിമയെന്ന് അറിയണം. അല്ല, അറിഞ്ഞിരുന്നാൽ നമുക്കും കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും, കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ള. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ പണിയും പഠിച്ചിട്ടാണ്. അഭിനയത്തിലേക്കും എല്ലാം. പക്ഷെ നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഡയറക്ടർ ഇച്ചിരി പാടുപെടും. അല്ലേ? എന്തിനാണ് ഇവിടെ ഇത് അവിടെ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അല്ലല്ല, സി ഡയറക്ടേഴ്സ് അവർക്ക് വേണ്ട സാധനത്തിന് അവര് പിടിവാശി കാണിക്കും. പക്ഷെ നമ്മളെ അവര് കൺവിൻസ് ചെയ്യിച്ച് ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറയുന്ന രീതിയിലേക്ക്. പക്ഷെ എനിക്ക് ഷാഹിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റ് എന്താണോ ആ സ്ക്രിപ്റ്റിലുള്ള സാധനം എടുത്തിട്ടുള്ളൂ, അനാവശ്യമായിട്ടുള്ള ഷോർട്സ് എടുത്തിട്ടില്ല. നമ്മൾ എന്താണോ ഒരു 2-5 2-10 ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്ററിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള സാധനങ്ങളില്ല. വലിയൊരു അനുഗ്രഹമാണ് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അരമണിക്കൂർ പ്രൊഡ്യൂസർ 40 ദിവസം പറഞ്ഞു, 45 ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു, 45 ദിവസത്തിൽ തീർത്തു, ബഡ്ജറ്റ് ആടിയില്ല. തീർച്ചയായിട്ടും മഴയൊക്കെ വലിയ രീതിയിൽ മഴയായിരുന്നു. ഈ കണ്ടിന്യൂറ്റി മഴയായിട്ട് രക്ഷപ്പെടിച്ചുകൊണ്ട് പലയിടത്തും സ്ഥലത്തും നനച്ചാൽ മതിയായിരുന്നു. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്. തമാശ ഞാൻ പറയുന്നില്ല, തമാശ പുള്ളി നടക്കും. ഓക്കെ, ഒരൊറ്റ കാര്യം കേട്ടെ. ഇപ്പൊ എന്തായാലും ഡയറക്ടർ എത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഫസ്റ്റ് പടം അല്ലേ, ഇതിൽ നിന്ന് എന്ത് പഠിച്ചു? ഇതിൽ നിന്ന് ഡിസിപ്ലിൻ വേണം. ബേസിക്കലി നമ്മളൊരു പടം ചെയ്യുമ്പോൾ നാളെ ഒരു ചർച്ചയായിരിക്കും. ഷാഹിൽ സാറിന്റെ വർക്കിലെല്ലാം ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. അല്ല, അതല്ല, ഒരു ഡിസിപ്ലിൻ വേണം. സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ വേണം. നമ്മൾ ആ 45 ദിവസം എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു 100 പേര് സെറ്റിൽ ഒരേ മനസ്സോടുകൂടി നീങ്ങിയാൽ മാത്രമാണ് പടം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തീരുള്ളൂ. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് പല പല സംഭവങ്ങളും വരും. ഉടക്ക് വരും, അവിടെ പരിപാടിയൊന്നും നടക്കില്ല, ചിലപ്പോൾ പെർമിഷൻ കിട്ടില്ല, പല രീതിയും. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഒത്തൊരുമയോട് കൂടി പ്രോപ്പർ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് നമ്മൾ ഇറങ്ങിയാൽ നമുക്കൊരു തീർച്ചയായിട്ടും, ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റിന് നമ്മൾ വാല്യൂ കൊടുക്കണം. സ്ക്രിപ്റ്റാണ് ഒരു ഡയറക്ടറിനാണെങ്കിലും ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ക്രിപ്റ്റ് ഒരു ബാക്ക് ബോൺ ആണ് സിനിമയുടെ. അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളൊക്കെ അടുത്ത പ്രോജക്ട്സ് ഒക്കെ 2 വർഷമായിട്ട് ഒരു സ്ക്രിപ്റ്റിന്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അത് റെഡി ആയിട്ട് മതി, അല്ലാതെ വെറുതെ പിടിച്ച് നമുക്കൊരു സിനിമ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. ഷാഹിയായിട്ടും ഉടൻ തന്നെ ചില ഗുഡ് ന്യൂസസ് ഒക്കെ പുറത്തേക്ക് വരും. ഇപ്പം ഒന്നും പറയാതായിട്ടില്ല. ഇവിടെ തന്നെ അനൗൺസ് ചെയ്യണം സുഹൃത്തുക്കളെ. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പ്രൊഡ്യൂസർ സെറ്റിൽ 45 ദിവസവും വേണോ കൂടെ തന്നെ ഉണ്ടായാൽ വളരെയധികം നന്നായിരിക്കും. ആർക്ക്? പ്രൊഡ്യൂസറും നല്ലതാണ്. കാരണം പ്രൊഡ്യൂസറെ സെറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവര് വീട്ടിലിരിക്കുമ്പോൾ ഇപ്പൊ ശരിക്കും രഞ്ജിത്ത് വീട്ടിലിരുന്നിരുന്നെങ്കിൽ അവിടെ മഴയാണെന്ന് പറയുമ്പോൾ ഷൂട്ട് തീർന്നില്ല, കള്ളത്തരമാണെന്നല്ലേ നിങ്ങൾ അവിടെ കിടക്കാറുണ്ട്. ഞങ്ങൾ മഴയത്ത് 2, 3, 4 മണിക്കൂർ ഷൂട്ട് ചെയ്യാതെ ഞങ്ങൾ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഇങ്ങനെ സമയം എല്ലാം നമുക്ക് നേരിട്ട് കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനാവശ്യമായി അവിടെ ഞങ്ങൾ സമയം കളഞ്ഞില്ല എന്ന് വിശ്വസിക്കും. തീർച്ചയായിട്ടും. അതുകൂടാതെ നമ്മുടെ ദിലീഷ് റോഷനാണെങ്കിലും എക്സ്ട്രാ ഓർഡിനറി പെർഫോമേഴ്സ് ആണ്. അപ്പൊ അതും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. കാസ്റ്റ് എടുത്ത് പറയേണ്ടതാണ്. എല്ലാവരും നല്ല കട്ടൊക്കെയാണ് കൂടെ നിന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളി. എന്തായാലും എല്ലാം കൊണ്ടും മലയാളികൾക്ക് നല്ലൊരു എന്താ പറയാ, നല്ലൊരു വിരുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മളിനി ഒരുപാട്, കാരണം സിനിമ ഇപ്പോഴും തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല. തിയേറ്ററിൽ തന്നെ പോയി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് സന്തോഷം സാർ, ഇത്ര നല്ലൊരു സിനിമ വീണ്ടും പറയാണ് ഞങ്ങൾക്ക് തന്നതിനും നിങ്ങൾ എല്ലാവരെയും കുറച്ചു നേരം നമുക്ക് ഇവിടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആശംസകൾ. താങ്ക് യു.